കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ എം.എച്ച്. നൌഷാദിനെ മുൻ വൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കയ്യേറ്റം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി. തന്നെ കയ്യേറ്റം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത്ത് എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം.എച്ച്. നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകി. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത്. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണം എന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത്. റിസപ്ഷനിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് SHO എത്തിയിട്ടില്ലെന്നും പ്രതികളിരിക്കുന്ന ബെഞ്ചിൽ പോയിരിക്കാൻ എം.എച്ച്. നൌഷാദിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ബെഞ്ചിലിരിക്കാൻ താൻ നിലവിൽ ഒരു കേസിലും പ്രതിയല്ലെന്നും SHO വരുന്നതുവരെ പുറത്തു നിൽക്കാമെന്നും അറിയിച്ച് പുറത്തേക്കിറങ്ങുവാൻ ശ്രമിച്ച എം.എച്ച്. നൌഷാദിനെ CPO നൌഷാദ് തടയുകയും കഴുത്തിലും വയറിലും പിടിച്ചു തള്ളുകയും ബലമായി പിടിച്ചുവലിച്ച് ബെഞ്ചിലിരുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പിന്നീടെത്തിയ SHO അജിത്തിനോട് പരാതിപ്പെട്ടപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ നിനക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എം.എച്ച്. നൌഷാദ് പറയുന്നു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. അന്ന് അവിടെ കൗണ്ടറിൽ ഇരുന്നിരുന്ന ഒരാളോട് ഞാൻ വിഷയം പറഞ്ഞു. സാർ എന്നോട് വരാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. ആ ഇരിക്കുകയെന്ന് പറഞ്ഞത് അവിടെ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തുന്ന സ്ഥലം. ഞാൻ പറഞ്ഞു, ഞാനതിന് കേസിലെ പ്രതിയൊന്നുമല്ല. എന്നോട് പറഞ്ഞു, നീ കൂടുതൽ സംസാരിക്കണം, ഞാൻ ഇരുന്നാൽ മതി, CA വെട്ടന്നിട്ട് പോകാറുണ്ട്. പറഞ്ഞതില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരി പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് കിടന്ന നേരത്ത് അദ്ദേഹം അവിടെ ചാടി എണീറ്റ് വന്നു. അത് സ്റ്റേഷനിലെ CCTV ക്യാമറ ചെക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. ചാടി എണീറ്റ് വന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു നിന്നു. ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ ശക്തമായിട്ട് എൻ്റെ വയറിലുന്തിയിട്ട് ഞാൻ മാറിയിരിക്കണം, അവിടെ പോയി ഇരിക്കാനല്ലോ. അതിനോട് നീ പരാതി കൊടുക്കാനും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ പേരിൽ ഞാൻ കേസെടുത്ത് നീ തന്നെ അകത്തോടും തീരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. പോലീസിന് തന്നോടുള്ള മുൻ വൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടികളാണിതെന്ന് നൌഷാദ് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ് മാഫിയ സംഘവും പോലീസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു ശബ്ദ സംഭാഷണം നൌഷാദ് മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ഇത് വാർത്തയായതിനെ തുടർന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടിയുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ മുൻപുണ്ടായിരുന്ന ഒരു SIക്കെതിരെ കള്ള പരാതി നൽകുവാൻ സ്റ്റേഷനിലെ 2 സീനിയർ പോലീസ് ഓഫീസർമാർ പൊതുപ്രവർത്തകനായ നൌഷാദിനോട് ആവശ്യപ്പെടുകയും നൌഷാദ് ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പ്രതികാര നടപടികൾ ആരംഭിച്ചത്. എരുമപ്പെട്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി എന്നെ വേട്ടയാടണം. അതായത് കള്ളക്കേസുകളിൽ കുടിക്കും, നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 13ഓളം കേസുകളാണ് എൻ്റെ പേരിൽ അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ആ 13 കേസുകളും കോടതി ഞാൻ കുറ്റക്കാരനല്ലെന്ന് കണ്ട് എന്നെ വെറുതെ വിടുകയും ട്രയൽ നടത്തിയിട്ട് എന്നെ വെറുതെ വിടുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥലത്ത് ഞാൻ അല്ലെങ്കിലും കേസിൽ ഞാൻ പ്രതിയാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം മെയിനായിട്ട് ഈ പോലീസിൻ്റെ പകപോക്കലാണ്. രാഷ്ട്രീയ സമരങ്ങളുടെയും തർക്കങ്ങളുടെയും മറപിടിച്ചും കള്ളപ്പരാതികൾ ഉണ്ടാക്കിയും തന്റെ പേരിൽ പല സന്ദർഭങ്ങളിലായി 13 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തതായും നിരന്തരം പീഡിപ്പിച്ചതായും നൌഷാദ് പറയുന്നു. 13 കേസുകളിലും താൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി കുറ്റക്കാരനല്ലെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെന്നും നിലവിൽ തന്റെ പേരിൽ ഒരു കേസ് പോലുമില്ലെന്നും നൌഷാദ് പറഞ്ഞു. തന്നെ വീണ്ടും വേട്ടയാടുന്ന പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്നും നൌഷാദ് അറിയിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.